ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റും. അപ്പോൾ രാവിലെ പുട്ടുണ്ടാക്കാനായിട്ട് ഞാൻ ഇന്നലെ രാത്രിയിലെ ചമ്പാവരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ ഒന്ന് വെള്ളം ഊറ്റിയെടുക്കാനായിട്ട് വെച്ചിട്ട് ഇപ്പോൾ അത് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നീലൂട്ടന് കുപ്പി ഗ്ലാസ്സിൽ തന്നെ വെള്ളം വേണമെന്ന് പറഞ്ഞു. സ്റ്റീൽ ഗ്ലാസ്സിൽ വേണ്ട, കുപ്പി ഗ്ലാസ്സിൽ തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് പൊട്ടാതെ രണ്ട് കയ്യിലും പിടിച്ച് കുടിക്കാനൊക്കെ പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വന്ന് നിന്ന് ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഇന്നൊരു ക്ലീനിങ് ഡേ ആട്ടോ. ക്ലീനിങ് ഡേ ആണ്. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് വൈകിട്ട് നമുക്ക് അമ്പലത്തിലും കടയിലും ഒക്കെ ഒന്ന് പോകണം. അപ്പോൾ ചേട്ടായില്ല, നീലൂട്ടനും ഞാനും കൂടെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാവും അവനെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോവുക, എങ്ങനെയാവും എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ക്ലീനിങ് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒരു തവണ ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ക്ലീനിങ് ആ ഒരു സമയത്ത് ഞാൻ ഒരു മ്യൂസിക്കായിരുന്നു ഇട്ടിരുന്നത്. പക്ഷേ എന്തോ ഒരു ദൗർഭാഗ്യവശാൽ അത് കോപ്പിറൈറ്റ് അടിച്ചു പോയി ഗൈസ്. ഞാൻ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് കണ്ടത് കോപ്പിറൈറ്റ് ഇഷ്യൂ കാണിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പോഴേ അത് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഒന്നും കൂടി ഡബ് ചെയ്യാൻ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഈ ഒരു വെറുപ്പിക്കുന്ന വോയിസ് നിങ്ങൾ ഇത്രയും സമയം കേൾക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഒരു മ്യൂസിക് ഇട്ടത്. അപ്പോൾ യൂട്യൂബ് അതിന് സമ്മതിക്കുന്നില്ല ഗൈസ്, കോപ്പിറൈറ്റ് ഇഷ്യൂ കാണിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ എൻ്റെ വോയിസ് സഹിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടായിരുന്നു. ഇത്ര സ്പീഡൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഈ ഒച്ച എഴയുന്ന പോലെ ചെയ്യുന്നത്. ഇത്ര സ്പീഡൊന്നുമില്ല. ഞാൻ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തപ്പം ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ വാർത്തയും ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വയനാട്ടിലുണ്ടായ വലിയൊരു ദുരന്തം കാണുമ്പോൾ എന്തായാലും എല്ലാവരുടെയും കണ്ണ് നിറയ്ക്കുന്നു. മനസ്സ് എന്താ പറയുക, കാണുമ്പോഴേ ഒരുമാതിരി മരവിച്ച് പോകുന്ന ഓരോ കാഴ്ചയും കാണുമ്പോഴും കുഞ്ഞു മക്കളെ ജനിച്ച് വീണ് കുറച്ച് നാൾ മാത്രമായ മക്കളെ മാത്രമായിട്ട് അച്ഛനും അമ്മയും പോയി, അതൊക്കെ കാണുമ്പം സഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും നമ്മുടെ കൂടെ ഉള്ളവരും നമ്മളും എല്ലാവരും അവർക്ക് വേണ്ടി ഓരോ സഹായമല്ല, നമ്മുടെ ഉത്തരവാദിത്വമാണത്. നമ്മളെപ്പോലെ ഉള്ള മനുഷ്യരെയാണ് നമ്മുടെ കേരളത്തിലുള്ള നമ്മളെപ്പോലെ ജീവിക്കുന്ന ആളുകൾ തന്നെയല്ലേ. അപ്പം നമ്മളാൽ കഴിയുന്നതെല്ലാം അവർക്ക് വേണ്ടി ചെയ്യും. സഹായം എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ ഉത്തരവാദിത്വം അവരെയും കൂടി സംരക്ഷിക്കുക എന്നുള്ളത്. ഇപ്പം നമുക്ക് ഉള്ളത് പോലും ഇപ്പം അവർക്ക് ഒന്നുമില്ല. വീടോ സ്ഥലമോ ഡോക്യുമെൻറ്റ്സോ ഒരു കാര്യങ്ങളും ഇല്ല. ഉടയവർ പോലും ഇല്ല. ഒരു കുടുംബത്തിൽ 5 പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾ മാത്രമാണ് ഇപ്പം ജീവിച്ചിരിക്കുന്ന അവസ്ഥ ഓരോ കുടുംബത്തിലും ഉണ്ടായേക്കുന്നത്. അവരുടെ മാനസികാവസ്ഥ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി പോവുക. ഒരു കുടുംബത്തിലുള്ള എല്ലാവരെയും ജീവനെടുത്തു, ഒരാളെ മാത്രം നിർത്തുക എന്ന് പറയുന്നത്, പിന്നെ ആ ഒരു ആളിന് പിന്നീടുള്ള ജീവിതം എന്തോ ഒരു ദുഷ്കരമായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അവരെയും കൂടി നമ്മുടെ കൂടെ നിർത്തി നമുക്ക് മുന്നോട്ട് പോവാം. എന്തായാലും അവർ ഇപ്പോഴും രക്ഷാപ്രവർത്തനമായാലും എല്ലാം നടക്കുന്നതേ ഉള്ളൂ. നമ്മളിന്നും വാർത്ത തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നു. ആദ്യം അർജുൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ ഇത് അപകടം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അടുത്തതും വന്നു. അപ്പോൾ ഇന്ന് അവർക്കാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നാളെ ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, പറയാൻ പറ്റത്തില്ല. നമുക്ക് എപ്പോഴാണ് ഒരു അപകടം വരുന്നതെന്നോ ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കുറേ തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു. തുണിയൊക്കെ കഴുകിയിട്ട് നമ്മുടെ സ്റ്റെപ്പൊക്കെ ഒന്ന് കഴുകിയിട്ടിട്ട് ഞാൻ നേരെ പോയി കുളിച്ചു. അപ്പോഴത്തേനും നീലൂട്ട ഉറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ കുളിച്ച് റെഡിയായിട്ട് കടയിൽ പോകാമെന്ന് വിചാരിച്ചപ്പോൾ നീലൂട്ട ഉറങ്ങിപ്പോയി. അങ്ങനെ കിടന്ന് ചട്ടമ്പി സുഖമായിട്ട് കിടന്നുറങ്ങുന്നു.
എഴുന്നേക്കും അരമണിക്കൂർ കഴിയുമ്പോൾ എഴുന്നേക്കും, 1 മണിക്കൂർ കഴിയുമ്പോൾ എഴുന്നേക്കും എന്ന് വിചാരിച്ചിരുന്നിട്ട് അവൻ 4 മണിയായി, 5 മണിയായി, 6 മണിയായി, 6:15 എന്നിട്ടും എഴുന്നേൽക്കുന്നില്ല. 6:30 ആവാറായപ്പം പിന്നെ ഞാൻ വിളക്ക് കത്തിച്ചിട്ട് കുറച്ച് നേരം പ്രാർത്ഥിച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു നീലൂട്ട എഴുന്നേറ്റത്. ഈ സമയത്തൊന്നും നീലൂട്ട എണീറ്റിട്ടില്ല സത്യം പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ വിളക്ക് കത്തിച്ചു, പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കും കേട്ടോ. ആർക്കും ഒരബദ്ധം വരരുത്, എന്താ പറയുക, ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറിപ്പോണം, അങ്ങനെ എല്ലാം ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. എൻ്റെ ആൾക്കാർ അങ്ങനെയൊന്നുമില്ല എനിക്ക്. ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയിട്ടും നീലൂട്ട എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇരുട്ടാവുന്നുണ്ട്, അപ്പം പോകണമെന്ന് വിചാരിച്ചു. എന്നാലും വിചാരിച്ചു ഇവിടെ അടുത്ത് തന്നെയല്ലേ, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം വിചാരിച്ചു പോയിട്ട് വരാമെന്ന്. അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് വിചാരിച്ചത് അമ്പലത്തിലും കൂടെ കയറാം. അതിൻ്റെ തൊട്ടടുത്തൊരു അമ്പലം ഉണ്ട് കേട്ടോ. അമ്പലത്തിലും കൂടി കയറാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി. ഞങ്ങൾ രണ്ടുപേരുടെ അതാ നടന്നു പോവാം. നോക്കടാ നീലൂസേ, ടാറ്റ പറ ബൈ. എന്തോ ഗേറ്റ് ആ ടാറ്റാ. ബൈ ബൈ, സീ യു. അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിലൊക്കെ കയറി തൊഴുതു. അയ്യപ്പൻ്റെ അമ്പലമായിരുന്നു കേട്ടോ. അപ്പോൾ കയറി തൊഴുതു, പ്രാർത്ഥിച്ചു. നീലൂട്ട നല്ല അനുസരണക്കുട്ടിയായിട്ടായിരുന്നു എൻ്റെ കൂടെ നിന്ന് കേട്ടോ. ഒരു വഴക്കും ഇല്ലായിരുന്നു, അവൻ എൻ്റെ കൂടെ നിന്നു. അങ്ങനെ ആ കാറ് കിടക്കുന്നതിൻ്റെ ബാക്കിൽ ഒരു കട കാണുന്നില്ലേ, വെട്ടം, അവിടെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ആളില്ലായിരുന്നു. കുറേ നേരം കഴിഞ്ഞു വെയിറ്റ് ചെയ്തു. പിന്നെ നമുക്ക് അകത്ത് കയറിയിരിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ കുറച്ച് നേരം അകത്തൊക്കെ കയറിയിരുന്നു. നീലൂട്ട ഫാനൊക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. ഫാന് കാണുമ്പോൾ പിന്നെ നീലൂട്ടന് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അവൻ ഹാപ്പിയാണ്. പക്ഷെ വലിയ നിർബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അവൻ അനുസരണക്കുട്ടിയായിട്ട് എൻ്റെ കൂടെ നിന്ന് കേട്ടോ. ഒരു വഴക്കും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അകത്തേത് വെയിറ്റ് ചെയ്യുക കേട്ടോ ചേച്ചി വരാനായിട്ട്. പാടി അച്ചു 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 അക്കം പക്കം അച്ചു അച്ചു ബാക്കി അമ്മയ്ക്കും അറിയത്തില്ല. മുട്ടായി വാങ്ങിച്ചെന്ന് പറ. മുട്ടായി വാങ്ങിച്ചാ. ഓ ഫാനോ? ഫാൻ നമുക്ക് വീട്ടിൽ പോയി കാണാം. ഞങ്ങൾ അമ്പൂറ്റി പോയെന്ന് പറ. കടയിൽ പോയെന്ന് പറ. മുട്ടായി വാങ്ങിച്ചെന്ന് പറ. ആ ഇനി വീട്ടിൽ പോവാന്ന് പറ. ഇരുട്ടി പോയി. ആ അമ്മാഞ്ഞ വരും. അമ്മാഞ്ഞല്ല, അമ്പിളി മാമ. ഓ അമ്പിളി മാമ വരും. ഇനി മക്കൾ താഴെ ഇറങ്ങ, നടന്നു പോ. കൈപിടി. ആ മുട്ടായി വാങ്ങിച്ചല്ല നമ്മള്, വീട്ടിൽ പോയിട്ട് കഴിക്കാവേ. ഓക്കെ ഓക്കെ. ആ പക്കം പച്ചല്ലേ തീപ്പെട്ടിയല്ലേ കളെ ചിറ്റിയാ. അപ്പോൾ നമ്മൾ കറക്കമൊക്കെ കഴിഞ്ഞ് ഇതാ വീട്ടിലെത്തിയിട്ടോ. നീലൂട്ടൻ ഒരു മുട്ടായൊക്കെ വാങ്ങിച്ചു കൊടുത്തു. കോലുമുട്ടായി, വല്ലപ്പോഴും ഒരിക്കലും ഒരു മുട്ടായി വാങ്ങിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ വന്നിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.